ഈ പ്രായമായ മനുഷ്യൻ എല്ലാ ദിവസവും അയാളുടെ വീടിന്റെ മുമ്പിൽ സെറ്റപ്പ് ചെയ്ത് വെച്ചിരിക്കുന്ന പോസ്റ്റ് ബോക്സ് ഇങ്ങനെ പരിശോധിക്കാൻ വരും. അപ്പം പോസ്റ്റ് ബോക്സ് നോക്കാൻ വരുമ്പോൾ യെസ്, കത്തുകളൊക്കെ വരാറുണ്ടെങ്കിലും ഏറ്റവും കൂടുതൽ പുള്ളിക്കാരന് കിട്ടിക്കൊണ്ടിരുന്നത് ചെക്കുകളാണ്, ബാങ്ക് ചെക്കുകൾ. അതും വലിയ വലിയ എമൗണ്ട് ആണ് ഈ ചെക്കുകൾ ഉള്ളത്. അപ്പോൾ പുള്ളിക്കാരൻ ഇതൊക്കെ എടുത്ത് ചെക്കെടുത്ത് ചെറിയൊരു ചിരിയോടെ ചെറിയൊരു പുഞ്ചിരിയോടൊക്കെ തിരിച്ച് വീട്ടിലേക്ക് കയറി പോകും. അപ്പം ഇങ്ങനെ വേറൊരു ദിവസം പുള്ളിക്കാരൻ ഈ ചെക്കൊക്കെ എടുക്കാനായിട്ട് ഈ പോസ്റ്റ് ബോക്സിന്റെ അടുത്ത് വന്നപ്പോൾ ഒരു പ്രായമായ സ്ത്രീ പുള്ളിക്കാരൻ അടുത്ത് പോയി ചോദിച്ചു, ചേട്ടാ നിങ്ങളുടെ മകളില്ലേ ഇവിടെ, ഒത്തിരി നാളായല്ലോ കണ്ടിട്ട്, നിങ്ങളെ തിരക്കാനും നോക്കാനൊന്നും പുള്ളിക്കാരി വരാറില്ല ഒരു ചോദ്യം. ഈ ചോദ്യം കേട്ടാൽ പുള്ളിക്കാരൻ ചെറിയൊരു സങ്കടവും പരിങ്ങലൊക്കെ തോന്നി. പക്ഷെ പുള്ളിക്കാരൻ ഉടനെ മറുപടി പറഞ്ഞു, അവളിപ്പോ ഫേമസ് ഡോക്ടർ അല്ലേ, അവളിപ്പോ ഒരുപാട് ആളുകളുടെ ജീവൻ രക്ഷിക്കാനുള്ള തിരക്കില്ല, സോ അതുകൊണ്ട് സമയമൊന്നും കാണത്തില്ല, അതുകൊണ്ട് അവളിപ്പോ അങ്ങോട്ട് വരാറില്ലെന്ന് പറഞ്ഞു. അങ്ങനെ തുടർന്നുള്ള നാളുകളെല്ലാം ഇതുപോലെ പോസ്റ്റ് ബോക്സിൽ നിന്ന് വലിയ വലിയ എമൗണ്ടുള്ള ചെക്കുകളൊക്കെ പുള്ളിക്കാരൻ എല്ലാ ദിവസം വന്ന് എടുക്കും. അങ്ങനെ ഏകദേശം 5 വർഷത്തോളം കടന്നുപോയി. പ്രായമുള്ള ആളാണ്. അപ്പൊ പെട്ടെന്ന് പുള്ളിക്കാരന് വയ്യാതെ വന്നു. ഒരു ദിവസം വയ്യാതെ വന്ന് കുറേ കിടന്നു, നോക്കാൻ ആരുമില്ല. പിന്നെ ബുദ്ധിമുട്ടുകൾ കാരണം, ശാരീരിക അസ്വസ്ഥതകൾ കാരണം, വാർദ്ധക്യ സഹജമായ അസുഖങ്ങൾ കാരണം പുള്ളിക്കാരൻ മരണത്തിന് കീഴടങ്ങുകയും ചെയ്തു. അപ്പൊ അന്ന് ഈ ഒരു വാർത്ത വലിയ രീതിയിൽ ശ്രദ്ധിക്കപ്പെട്ടു. കാരണം ആരുമില്ലാത്ത ഒരു മനുഷ്യൻ ഒറ്റയ്ക്കൊരു വീട്ടിൽ താമസിച്ചു. അപ്പോൾ ആരുമില്ലാതെ പുള്ളിക്കാരെ സഹായിക്കാനില്ലാതെ മരണമടഞ്ഞുള്ള വാർത്ത അന്ന് അവിടെ എല്ലാവരും പരക്കുന്നുണ്ട്. ഇത് പരന്നതിന്റെ പിറകിൽ ഇവരുടെ മകളുണ്ടല്ലോ ഡോക്ടർ എന്ന് പറഞ്ഞ, ഈ മകളും ഈ വിവരം അറിയുന്നുണ്ട്. വളരെ സങ്കടത്തോടു കൂടി പുള്ളിക്കാരി ഓടി വരികയാണ് വീട്ടിലേക്ക്. അങ്ങനെ വീട്ടിൽ വന്ന് അച്ഛനെ മരിച്ചിട്ടാണെങ്കിലും ബോഡിയൊക്കെ കണ്ട് സങ്കടത്തോടു കൂടി മരണാന്തര ചടങ്ങുകളൊക്കെ പങ്കെടുത്തപ്പോഴത്തേക്കിനും അവസാനം എല്ലാവരും പോയല്ലോ, കാരണം വേറെ ആരും അവർക്കില്ല. അപ്പോൾ വീട്ടിൽ ഈ പെൺകുട്ടിയും വീട് മാത്രമായി. അപ്പോൾ ഇവര് ഈ റൂമൊക്കെ ഒന്ന് പരിശോധിക്കാൻ തീരുമാനിക്കുക അച്ഛൻ്റെ. അപ്പം അങ്ങനെ പരിശോധിക്കുന്ന സമയത്ത് ഒരു ബോക്സ് അവിടെ ഇരിക്കുക, ഒരു അത്യാവശ്യം വലിയൊരു ബോക്സ് അവിടെ ഇരിക്കുന്നു. പുള്ളിക്കാർ ഈ ബോക്സ് എടുത്ത് തുറന്നു നോക്കാൻ തീരുമാനിക്കുകയാണ്. തുറന്നു നോക്കിയപ്പോൾ തന്നെ പുള്ളിക്കാർ ശരിക്കും ഞെട്ടിപ്പോയി. ശ്വാസം നിലയ്ക്കുന്ന രീതിയിൽ പുള്ളിക്കാർ ഫ്രീസ് ചെയ്ത് കുറച്ച് നേരം ഇങ്ങനെ അങ്ങ് നിന്നുപോയി. കാരണം വേറെ ഒന്നുമല്ല, ഈ പുള്ളിക്കാരി അയച്ചു കൊടുത്ത ചെക്കുകൾ, ആ വലിയ വലിയ എമൗണ്ടുള്ള ചെക്കുകളില്ലേ, ആ ചെക്കുകളൊക്കെ ഒന്നുപോലും മാറാതെ അതുപോലെ തന്നെ സൂക്ഷിച്ച് വെച്ചിരിക്കുക ഈ വൃദ്ധനായ മനുഷ്യൻ. അപ്പോൾ അവരെന്നെ വിചാരിച്ചു, ഈശ്വര ഇതൊന്നും അച്ഛൻ മാറിയില്ലേ, ഞാൻ ഈ അയച്ചു കൊടുത്ത കാശെല്ലാം ഇവിടെ തന്നെ ഉണ്ടല്ലോ. നമ്മുടെ പ്രിയപ്പെട്ടവർക്കേ പണമൊന്നുമല്ല വേണ്ടേ, അവർക്ക് സ്നേഹമാണ് വേണ്ടേ, നമ്മുടെ സാന്നിധ്യമാണ് വേണ്ടേ. മാതാപിതാക്കളാണെങ്കിലും നമ്മളെ സ്നേഹിക്കുന്ന ആരാണെങ്കിലും യെസ്, പണത്തിന് പണം തന്നെ വേണമെങ്കിലും പണത്തിലൊക്കെ ഉപരിയാണ് സ്നേഹം, കരുതൽ എന്നുള്ള കാര്യങ്ങളൊക്കെ. അത് ഏറ്റവും വലിയ ഉദാഹരണമാണ് ഇന്ന് ഇപ്പം നമ്മൾ കണ്ട അച്ഛൻ്റെയും മകളുടെയും കഥ. കാരണം അച്ഛൻ വർഷത്തോളം ഒറ്റയ്ക്ക് താമസിച്ച വീട്ടിൽ, ലോൺലിനെസ്. പണം ഒരുപാട് വരുന്നുണ്ട്, പക്ഷേ പുള്ളിക്കാരൻ്റെ ആവശ്യമില്ല. കാരണം ആഹാരം കഴിച്ച് വെള്ളം കുടിച്ച് ജീവിച്ച് പോകുന്ന കാലമാണല്ലോ വാർദ്ധക്യം ആകുമ്പോഴൊക്കെ. സോ അതുകൊണ്ട് മാക്സിമം നമ്മളെ സ്നേഹിക്കുന്നവർക്ക് നമ്മൾ സമയം കൊടുക്കുക, സമയം കണ്ടെത്തുക. സംസാരിക്കാനാണെങ്കിലും സ്നേഹിക്കുവാനാണെങ്കിലും ഒക്കെ നമ്മൾ സമയം കണ്ടെത്തുക. ഈ പണം എന്നൊക്കെ പറഞ്ഞാൽ ശരിക്കും പറയാൻ സെക്കൻഡറി ആയിട്ടേ ഉള്ളൂ. എൻ്റെ ഒരു സംഭവം എന്ന് പറയട്ടെ, ആരോഗ്യമുള്ള ശരീരവും സമാധാനമുള്ള മനസ്സ്, ഇതുണ്ടെങ്കിൽ നമ്മൾ ഓക്കെയാണ്. സമാധാനമുള്ള മനസ്സുണ്ടെങ്കിൽ ആരോഗ്യമുള്ള ശരീരം ഉണ്ടാകും. ആരോഗ്യമുള്ള ശരീരം ഉണ്ടെങ്കിൽ നമുക്ക് പണം ഉണ്ടാക്കാം.